എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പവും പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്നതെന്ന് പറഞ്ഞാലും നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. കായ്ക്കുംസ് കായ്പോള എന്നെല്ലാം പറയും നമ്മൾ കണ്ണൂർക്കാരൊക്കെ ഇതിന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ കായ്ക്കുംസിന് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ പഴം വാട്ടുന്നതിന് മുമ്പായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് കോരി മാറ്റാം. പിന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. മുന്തിരി കൂടെ ഇടലുണ്ട്. ഇവിടെ ആയിരിക്കും മുന്തിരി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുന്തിരി ഇഷ്ടമാണെങ്കിൽ മുന്തിരി കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒന്ന് കോരി മാറ്റുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഒരു പഴത്തിനെ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം. നല്ല മധുരമുള്ള പഴമാണ്. മധുരം കുറഞ്ഞ് തീരെ മധുരം ഇല്ലാത്ത പഴമാണെങ്കിൽ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ പഴമെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വാടി വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടുക്കുവാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 4 മുട്ട എടുക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടിയെടുത്ത പഴം ഉണ്ടല്ലോ, അത് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. ഒരുപാട് ചൂട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു മുട്ട മിക്സിയിൽ അടിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രം വെച്ചാൽ മതി. അതിനുശേഷം ആ ഒരു മുട്ട മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്നുകിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. ആ ഒരു പഴം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാൻ പറയുന്നത്. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴം വാട്ടിയ ആ ഒരു പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു പഴവും മുട്ടയും എല്ലാം കൂടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ ഒരു പഴത്തിൻ്റെ കൂട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കി വെച്ച ആ ഒരു അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ ആക്കിയിട്ട് നമുക്കൊരു 15 to 20 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് റെഡിയായി കിട്ടും. ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് തട്ടിയതിന് ശേഷം വീണ്ടും ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്ക് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് റെഡിയായി കിട്ടും. ഈ ഒരു രീതിയിൽ മുകൾ ഭാഗം ഒന്ന് റെഡിയായാൽ മതി. എല്ലാം ഓൾറെഡി വെന്തതാണ്. ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്ത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കായ്ക്കുംസ് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.